الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أما سمعتم قول الله عز وجل: ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. وقد قال النبي صلى الله عليه وسلم: اتق الله حيثما كنت اتق الله حيثما كنت واتبع السيئة الحسنة تمحها وخالق الناس بخلق حسن. أعوذ بالله من الشيطان الرجيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ومن لم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى. صدق الله العلي العظيم. اللهم اجعل القرآن ربيع قلوبنا اللهم اجعل القرآن ربيع قلوبنا ونور أبصارنا وجلاء أحزاننا وذهاب همنا وغمنا يا رب العالمين. اللهم ارحمنا بالقرآن واجعله نورا وهدى ورحمة لنا وذكرنا ما نسينا منه وعلمنا ما جهلنا منه وارزقنا تلاوته آناء الليل وأطراف النهار برحمتك يا أرحم الراحمين يا رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരുടെയും നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായ അനേകം പ്രപഞ്ചങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ സൃഷ്ടികർത്താവും നിയന്താവും പരിപാലകരുമായ സർവോപരി അർഹമുറാഹിമായ
റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെല്ലാം നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നിഷ്ഠാപൂർവം പ്രാർത്ഥനാപൂർവം പരമാവധി പതിവായി പാലിച്ചും സൂക്ഷിച്ചു തികഞ്ഞ തഖ്വയിൽ അധിഷ്ഠിതമായ തികഞ്ഞ തഖ്വാബോധത്താൽ സദാ നിയന്ത്രിക്കപ്പെടുന്ന നല്ലൊരു ജീവിതം, അച്ചടക്കവും സൗന്ദര്യവും സന്തുലിതത്വവുമുള്ള ഒരു നല്ല ജീവിതം കൂട്ടായി പ്രാർത്ഥനാപൂർവം കെട്ടിപ്പടുക്കാൻ, അങ്ങനെയുള്ളൊരു ജീവിതം കൂട്ടായി നയിക്കാൻ ഞാനും നിങ്ങളും നമ്മുടെയൊക്കെ കുടുംബങ്ങളും ഒത്തൊരുമിച്ച് പതിവായി പരിശ്രമിക്കണമെന്ന്, കൂടുതൽ കൂടുതൽ ഉത്സാഹിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹപൂർവ്വം വസിയ്യത്ത് ചെയ്യുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. അർഹമുർ-റഹീമായ റബ്ബ് നമ്മളെല്ലാവരെയും, നമ്മുടെ ഇണകളെയും, നമ്മുടെ എല്ലാ മക്കളെയും പേരക്കുട്ടികളെയും, നമ്മുടെ ഉടപ്പിറപ്പുകളായ എല്ലാ സഹോദരി സഹോദരന്മാരും, അങ്ങനെ എല്ലാവരെയും അല്ലാഹു തആല അവരുടെ സാലിഹ്യങ്ങളിൽ നിന്നും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി ഇരു ലോകത്തും അനുഗ്രഹിക്കുമാറാണ്. നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമുദായത്തിൽ, ലോകാടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ നാടിനും ഒക്കെ പലതരക്കും അലട്ടുന്ന, പ്രയാസപ്പെടുത്തുന്ന എല്ലാ പ്രശ്ന സങ്കീർണതകളും, എല്ലാ ഷറുകളും അല്ലാഹു തആല നല്ല നിലക്ക് പരിഹരിച്ച് നമുക്കൊക്കെ സമാധാനവും സന്തോഷവും നൽകുമാറാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, പല പേരുകളിൽ, പല രീതികളിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നടക്കുന്ന ദേശമുണ്ട്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനം, അതിനൊക്കെ അല്ലാഹു തആല മികച്ച വിജയം നൽകി നൽകുമാറാണ്. കഴിഞ്ഞ ആഴ്ച ഖുർആൻ നേരെ നമ്മൾ പുലർത്തുന്ന സമീപനം എത്രമാത്രം പൂർണ്ണമാണ് അല്ലെങ്കിൽ എത്രമാത്രം അപൂർണമാണ്, അത് വിഷയത്തിൽ കൂടുതൽ ഉണർന്നുയർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഖുർആനിന്റെ ഭാഷയായ അറബി ഭാഷയുടെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ മൊത്തത്തിൽ ചുരുക്കത്തിൽ പറഞ്ഞു. ഖുർആൻ എന്നത് ഖുർആന്റെ ഭാഷയിൽ സിക്റാണ്. ഖുർആന്റെ ഗ്യാരണ്ടിയിലായിട്ട് നമ്മൾ പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു വിശുദ്ധ സൂക്തം, ഇന്നാ നഹ്നു നസ്സൽനാ الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു തആല തീർച്ചയായും നാമാണ് ഖുർആനിൽ ഇറക്കിയത്, നാം തന്നെ അതിനെ ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്നതുമാണ്. ഈ ആയത്തിൽ പറഞ്ഞ ദിക്ർ ഖുർആനാണെന്നത് ഒരഭിപ്രായ വ്യത്യാസം. ഖുർആന്റെ ഗ്യാരണ്ടിയാണ്. അൽഹംദുലില്ലാഹ് ഇന്നേ വരെ ഖുർആൻ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അത് ഏതെങ്കിലും ഒരു ഷെൽഫിൽ ഒരു താക്കോലുള്ള ഒരു ഷെൽഫിൽ ഭദ്രമായി സൂക്ഷിച്ച ഒരു രേഖ എന്നല്ല. ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ജനകീയമായി, സാർവത്രികമായി സംരക്ഷിച്ചു. അതൊക്കെ നടന്നതാണ്. ഖുർആനിലെ
പ്രബോധനം ചെയ്യുക എന്നത് അള്ളയും അള്ളാഹുവിന്റെ റസൂലും നമ്മളെ അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നതൊക്കെ ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു താഹയുടെ ഏതാണ്ട് അവസാന ഭാഗത്ത് പറയാണ്, വമൻ അഅറദ അൻ ദിക്രി, ആരൊരുത്തൻ എന്റെ ദിക്ർ എന്ന വാക്കിനെ ഉപയോഗിക്കും. ദിക്റിന്റെ ഭാഷ സ്മരണ എന്ന് പറയും. ഖുർആനിൽ ദിക്റിന്റെ മുഖ്യ സ്മരണയുണ്ട്, മുഖ്യ അർത്ഥം ഖുർആൻ തന്നെയാണ്. വമൻ അഅറദ അൻ ദിക്രി, ദിക്രി എന്നാണ് എന്റെ സ്മരണ. അല്ലാഹുവിന്റെ സ്മരണത്തിൽ ആരൊരുത്തൻ അശ്രദ്ധനാണ് അവനിക്ക് വളരെ ഇടുങ്ങി അസ്വസ്ഥമായി. നമ്മളൊക്കെ അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. 50-ലേറെ മുസ്ലിം രാജ്യങ്ങളുണ്ട്. അല്ലാഹ് തന്ന നിഅമത്തിൽ അധികഭാഗവും മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിലാണ്. എണ്ണയായാലും ഗ്യാസായാലും സ്വർണ്ണഖനിയായാലും അങ്ങനെ പലതും പലതും റബ്ബിന്റെ അനുഗ്രഹത്താൽ മുസ്ലിങ്ങളുടെ അധീനതയിൽ ജനസംഖ്യയിൽ അൽഹംദുലില്ലാഹ് ഇന്ന് വരും മുസ്ലിങ്ങൾ മുന്നിലാണ് എന്നല്ല, ജനസംഖ്യയെ ഇഴവിരിച്ച് പഠിക്കുന്ന വിദഗ്ധരായ ആളുകൾ ഇങ്ങനെ തിരിച്ച് പഠിക്കാൻ ഏറ്റവും കൂടുതൽ വൃദ്ധന്മാരറിയാം, ഏറ്റവും അങ്ങനെ ഓരോന്നോരോ അതിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ കുട്ടികളുള്ള സമുദായം ഇന്ന് അൽഹംദുലില്ലാഹ് മുസ്ലിങ്ങളാണ്. അതിന് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഉമ്മ വന്നന്മാരൊക്കെ നേരത്തെ സഹിച്ച ത്യാഗത്തിന്റെ സൽഫലമാണ്. ഇപ്പോൾ ആ ത്യാഗം കുറഞ്ഞു വരും, പ്രസവം കുറഞ്ഞു വരികയാണ്, വിവാഹം വൈകും. അതിന്റെ ദുരന്തം വളരെ ഭയാനകമായിരിക്കും. പല സമുദായങ്ങൾക്കും വന്ന ദുര്യോഗങ്ങളിൽ നിന്ന് പാഠം പഠിക്കേണ്ടതാണ്. അത് മറ്റൊരു വിഷയം. ഏതായാലും ഇപ്പോൾ നമുക്ക് ചെറുപ്പക്കാരുണ്ട്, വിഭവങ്ങളുണ്ട്, ജനസംഖ്യ 50 രാജ്യങ്ങൾ കസ്റ്റഡി. എന്നിട്ടോ ഏകാഗ്രഞ്ഞൊരു നേരം വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ലോകത്തിലും എപ്പോഴും ബേജാറും പ്രയാസമല്ലേ. അതാണ് ഇവിടെ പറഞ്ഞ മഹീശത്വം. എല്ലാം ഉണ്ട്, പക്ഷേ മനസ്സമാധാനമില്ല, സ്വൈരമില്ല, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം അറിയാതെ പ്രശ്ന സങ്കീർണതയിൽ കുടുങ്ങി വലിഞ്ഞു പോകുന്നു. കാരണം പറഞ്ഞു, എന്റെ ദിക്റിനെ അപകടിച്ചു. അതാണ് ഇനി ഇവിടുത്തെ കഷ്ടപ്പാടോട് തീരുമോ? അതുമില്ല. ഖിയാമത്ത് നാളിൽ നാം അവനെ അന്ധനായിട്ടാണ് ഉയർത്തിയത്. അപ്പൊ ഈ സാധനം ചോദിക്കും, റബ്ബേ എന്നെന്തിനാണ് കുരുടനായിട്ട് യാത്രയാക്കുന്നത്, എഴുന്നേൽപ്പിക്കുന്നത്? നാം നല്ല കാഴ്ച ശക്തിയുള്ളവരല്ലേ. 5-8 മണിക്കൂർ ചേർന്ന് നോക്കി നിന്നാൽ പോലും എനിക്ക് കണ്ണിന് ക്ഷീണം വരത്തില്ല. എത്രയോ മണിക്കൂർ സിനിമ കണ്ടാലും എന്റെ കണ്ണിന് പ്രശ്നമില്ല. അങ്ങനെ വളരെ മികച്ച കാഴ്ചശക്തിയുള്ള ആളായിരുന്നു ഞാൻ. അള്ളാഹുവിന്റെ മറുപടി അങ്ങനെ തന്നെയാ മോനെ, അപ്രകാരം തന്നെ. നിനക്ക് നമ്മുടെ വിശുദ്ധ സൂക്തങ്ങൾ വന്ന് ഞാൻ മറന്നു പരിഗണിച്ചു. അപ്രകാരം പിന്നേ ദിവസം നീ മറക്കപ്പെട്ടിരിക്കണം.
നിന്റെ ശബ്ദങ്ങൾക്ക് ഒരു വിലയുമില്ല, നിന്റെ വിരാമത്തിന് ഒരു വിലയുമില്ല. അപ്രകാരം നാം പ്രതിഫലമേകുന്നു മൻ അസ്റഫ, അതിന് കവിഞ്ഞവർക്ക് എല്ലാവർക്കും. എന്താണ് അത് ലഭിച്ചത്? അല്ലാഹുവിന്റെ വിശുദ്ധ സൂക്തങ്ങൾ വീണ്ടും വിശ്വസിച്ചില്ല. പരലോകത്തെ ശിക്ഷ അശദ്, ഏറ്റവും കഠിനമാണ്, അങ്ങേറ്റം കഠിനമാണ്. എന്നും ബാക്കിയാവുന്ന നിലനിൽക്കുന്നു, തുടരുന്നു. അല്ലാഹുവിന്റെ അദാബിന്റെ തീഷ്ണത ഖുർആൻ വെളിച്ചത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. നരകം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാരണം ഈ ദുനിയാവിലെ ഏറ്റവും കടുപ്പമുള്ള ചൂടുള്ള തീ, അതിന്റെ ഏതാണ്ട് 70 ഇരട്ടി ശക്തിയുള്ളതാണ് നരകത്തിന്റെ തീ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയൊക്കെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാണ്. ഇവിടെ പോയിരുന്നുണ്ട് ഇരുമ്പൊക്കെ ദ്രാവകമായി മാറുന്ന പോയി അനുഭവിക്കുന്ന ചൂടിനേക്കാൾ ഏതാണ്ട് 70 ഇരട്ടി. എന്നാൽ അതിനെ വിട്ടാൽ നമ്മളത് ഒടുങ്ങോ? 12 മിനിറ്റ് കൊണ്ടാണ് ഇല്ലാണ്ടാണെങ്കിൽ അങ്ങനെയെങ്കിലും സമാധാനിക്കും. അല്ല, മനുഷ്യന്റെ തുര്യങ്ങൾ ബന്ധുരുവി തീരുമ്പോൾ അങ്ങനെ കഠിനമായ ശിക്ഷ ശരിക്കും അനുഭവിപ്പിക്കാൻ തന്നെ. അതാണ് എന്താ പറഞ്ഞത്? പ്രിയപ്പെട്ടവര്, ദുനിയാവിൽ എപ്പോഴും വേണ്ടാതെ ടെൻഷൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ കുരുടൻ, അവസാനം കഠിനമായ തീരമായ നരകശിക്ഷ. ഇതിൽ നിന്നുള്ള മോചനം ഖുർആൻ കൊണ്ടേ സാധിക്കും. ഖുർആനാണ് ഏറ്റവും വലിയ ദിക്ർ. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ദിക്റുള്ളൂ. മറ്റൊരു ദിക്ർ കണ്ടിട്ടോ ഇല്ലാതല്ല, അതൊക്കെ അതിന്റെ ചുവടെയാണ്. എന്നല്ല, ഖുർആൻ പറഞ്ഞ ദിക്റാണ് മറ്റു ദിക്റുകളൊക്കെ പ്രസവിക്കുക ഉണ്ടാക്കുക. എല്ലാ ഇനം മഹത്തായ ദിക്റുകളെ, സ്മരണകളെ, ഓർമ്മകളെ ഉജ്ജീവിപ്പിക്കുന്ന, ഉണ്ടാക്കി തീർക്കുന്ന ദിക്റുകളുടെ മാതാവാണ് ഖുർആൻ. ഇബ്ലീസിന്റെ പരിപാടി പലപ്പോഴും പലർക്കാൻ വേണ്ടി നമ്മളെ നേരെ വൈദ്യുതിക്കാൻ കഴിയും. പാടോ ഒരു 3 അക്ഷരമോ വാങ്ങിക്കണം വാങ്ങിക്കോ അമ്മ അതുപോലെ അനാവശ്യപ്പെട്ടു. ഇങ്ങനെയൊന്നും നമ്മളെ വൈദ്യുതിക്കാൻ പെട്ടെന്ന് കഴിയില്ല എന്ന് വളരെ സമർത്ഥനായ ഇബ്ലീസിന് അവരുടെ ശരീരത്തിന് അറിയാം. അതുകൊണ്ട് ഈ ഇബ്ലീസ് നമ്മുടെ ഇടയിൽ, നമ്മുടെ സമുദായത്തിന്റെ ഇടയിൽ ഉപയോഗിക്കുന്ന കുതന്ത്രങ്ങൾ വളരെ സുപ്രധാനമായതിൽ നിന്ന് താരതമ്യേന അപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ കുടിക്കുകയും ഇത് അരങ്ങേറിക്കൊണ്ടിരിക്കുക. ഖുർആനല്ലാത്ത പലതും ഇവിടെ പല രീതിയിൽ ആഘോഷപൂർവ്വം കൊണ്ടാടി. ഖുർആന്റെ നേരെയോ പലർക്കും ഖുർആന്റെ നേരെ ഒരു ബഹുമാനം, വീട്ടിൽ കർമ്മത്തിന് വേണ്ടി കട്ടുറുമാനും പൊതിഞ്ഞു വെച്ചു. വേറെ ചിലർക്ക് എപ്പോഴെങ്കിലൊക്കെ ഒരു ജപം പോലെ എടുത്തു പോകും. അപ്പൊ ഖുർആന്റെ വിഷയത്തിൽ നമ്മൾ പുലർത്തുന്ന ഗുരുതരമായ അപകടകരമായ അശ്രദ്ധ നമ്മൾ തിരിച്ചേ പറയാം. ഖുർആൻ അല്ലാഹു തആല എത്രത്തോളം ഖുർആൻ തിരഞ്ഞുമായി ഈ അച്ചടിയിപ്പം വന്നല്ലേ കടലാസം.
ആളുണ്ടായിരുന്നത് ഹർഷ റളിയല്ലാഹുവിന്റെ മുന്നിലുള്ള അൽഹംദുലില്ലാഹ് ഒരാളെ കൂടി കൂട്ടിയിട്ടു. ഖുർആൻ വള്ളി പുള്ളി തെറ്റാതെ വളരെ ജനകീയമായി സാർവത്രികമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തർക്കമറ്റ കാര്യം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ട് രീതിയാണ്. ഒന്ന് വിശ്വാസികളുടെ കൽവിലൂടെ, മറ്റൊന്ന് വിശ്വാസികളുടെ ആ നല്ല ജീവിതത്തിലൂടെ. അന്യനിക്ക് പലിശയുടെ വിഷയത്തിൽ ഖുർആന്റെ നിലപാടെന്താ? ഭാഷ പറയില്ല, രേഖ നോക്കാനും ത്രാണില്ല. 10 20 നല്ല മുസ്ലിങ്ങൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലായത് പലിശ നിഷിദ്ധമാണ്, തെറ്റാണ്. ഖുർആനിലെ അന്യർക്ക് വിശ്വാസികളുടെ ജീവിതമല്ലാതെ പരിചയപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ? എന്തുകൊണ്ടാണ് അവരെ സ്ത്രീകൾക്ക് മുഖവും മുൻകൈ യോജിച്ചിട്ട് മടച്ച് അത് വൃത്തിയുള്ള മാന്യമായ വേഷത്തിൽ നടത്തുന്നത്? ഇങ്ങനെ ഓരോ വിഷയത്തിൽ വിശ്വാസികളുടെ മുസ്ലിമീങ്ങളുടെ ജീവിതം അന്യരുടെ മുന്നിൽ ഖുർആന്റെ പരിഭാഷയാണ്, ഖുർആന്റെ വിശദീകരണം. അതാണ് ഒരു രീതി. രണ്ടാമത്തെ രീതി മുഅ്മിനീങ്ങളുടെ ഇന്നല്ലദീ ലൈസ ഫീ ജൗഫിഹി ശൈഉൻ മിനൽ ഖുർആനി കൽ ബൈത്തിൽ ഖരീബ്. ഖുർആനിൽ നിന്ന് കുറച്ചെങ്കിലും ആവഹിച്ചിട്ടില്ല ഒരുത്തന്റെ ഉള്ളു കൽ ബൈത്തിൽ ഖരീബ്, ഹറാമായ തകർന്ന് തങ്കോറായ പ്രേത ഭവനം പോലും. അടങ്ങണ്ട പാമ്പ്, തേള്, ചിരട്ട, മണ്ണെണ്ണ, ചെതല്, അങ്ങനെ ആ മൊത്തം ഒരു മനുഷ്യർക്ക് അവിടെ ഒരു മണിക്കൂർ കിടക്കാൻ പറ്റുന്ന വളരെ പ്രയാസകരമായ രൂപമാണ്. ഇതുപോലെയാണ് ഖുർആനിൽ നിന്ന് ശൂന്യമായി ഒരു ഹൃദയം ഉണ്ടാക്കുക. നമ്മൾ ചിന്തിക്കണം. നമ്മൾ നല്ല പോഷകാഹാരം കൊടുത്തിട്ട് ശ്രദ്ധാപൂർവം വളർത്തുന്ന മക്കളുടെ ഉള്ളു ഇപ്പോഴത്തെ മോശം രോഗസാധ്യത ഉണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ എന്തെല്ലാം തോന്നിയത്? എന്നാൽ ഉള്ളു തകരാറാക്കുന്ന, മനസ്സ് ദുഷിച്ചു പോകുന്ന, ഒരുപാട് ദൂഷ്യങ്ങൾക്കും ദോഷങ്ങൾക്കും കാരണമാകുന്ന രീതിയിൽ ഖുർആനിൽ നിന്ന് ശൂന്യമായ ഹൃദയങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടെങ്കിൽ അതിനോളം തന്നെ നിർഭാഗ്യന്മാരല്ല. ഖുർആന്റെ വിഷയത്തിൽ എത്രത്തോളം സംരക്ഷണം അറിയുന്നത്? 5 നിസ്കാരമുണ്ട്. ഇയാളെല്ലാവരും 3 നേരം ഇമാം ഉറുവോടുകൂടി കിബിലക്ക് തിരിഞ്ഞു നിന്ന് ഖുർആൻ നമ്മൾ കേട്ടു. നമ്മളും ഉറുവോടുകൂടി കിബിലക്ക് തിരിഞ്ഞിട്ട് സശ്രദ്ധം ഭക്തി കൂടി ശ്രമിക്കേണ്ടതുണ്ട്. ശ്രമിക്കണം. എത്രത്തോളം നടത്താൻ? ജഹ്റായി നിസ്കരിക്കുന്ന നമസ്കാരങ്ങൾ, പുറത്തെ ഓതുന്ന നിസ്കാരങ്ങൾ മൗനൊന്നും ഒതുക്കി കുഴപ്പമില്ല. ഖുർആൻ ശ്രദ്ധിച്ചാൽ ഇമാം അബൂ ഹനീഫയുടെ മദ്ഹബാണ്. ഖുർആൻ ഓതുക എന്നതിനോടല്ല, അതിനേക്കാൾ സുപ്രധാനമാണ് ഖുർആൻ സശ്രദ്ധം ഭക്തിയോടുകൂടി അല്ലാഹുവിന്റെ കലാം എന്ന നല്ല മനസ്സോടുകൂടി ശ്രദ്ധിക്കുക. ഖുർആനിൽ കേട്ടാൽ നിശബ്ദത പാലിക്കണം, സശ്രദ്ധം ശ്രദ്ധിക്കണം, സംസാരിക്കരുത്. എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കൃപ ഉണ്ടായേക്കാം. ഖുർആൻ വേണ്ടി നടക്കുന്നു. നമ്മൾ ഖുർആനിൽ നമുക്ക് സൽബുദ്ധി പ്രധാന ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ ശാരീരിക നടത്തണം. അപ്പൊ അങ്ങനെ 3 നേരങ്ങളിലായി സുബഹിക്കുണ്ട്,
മകരവിരണ്ട് പുസ്തകം ഒരു 100 കണ്ട തുടർച്ചയായി പോകുന്നു. നമ്മൾ വിചാരണമെങ്കിൽ ഒതുവോടുകൂടി ഗുജറാത്ത് തിരിഞ്ഞുകൊണ്ട് ശസ്ത്രത്തും ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ 6000 ചിലാണ് ആയത്. ഒരു നല്ല മഹലിൽ അത് ഒരു ദിവസം കൊണ്ട് ഒരു സത്തം 60 ദിവസം കൊണ്ട് കുറച്ച് കുട്ടികൾക്ക് 3 മാസം കൊണ്ട് 2 മാസത്തിൽ 3 മാസം ഒരു വർഷത്തിൽ ഉറപ്പായി 4 സത്തം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കേൾക്കാൻ സംവിധാനമുണ്ട്. മക്കളെ, കേൾക്കുക എന്നതിന് വലിയ പ്രാധാന്യം. ക്ലാസ്സിൽ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുന്ന കുട്ടി പകുതി രക്ഷപ്പെട്ടില്ല. അത് ക്ലാസ് നടക്കുമ്പോ എന്തെങ്കിലും തരികിടി ചൊറയിലായിട്ട് ക്ലാസ് അവതരിച്ചാൽ രാത്രി പോയിട്ട് പഠിക്കാതിരുന്നാലോ ഒന്നും തിരിയില്ല. മാസം പറഞ്ഞു ചോദിക്കുമ്പോൾ ഞാനും ശ്രദ്ധിച്ചിരിക്കുന്നു. അവസാനം ഏതാണ്ട് കുണ്ടടയിൽ നിന്ന് ചൂട്ട പോലെ തപ്പിത്തടഞ്ഞ് വിഷമിക്കും. കേൾവി എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും പ്രാധാന്യം ഖുർആൻ കേൾക്കുന്നത് കേൾവി. അതുകൊണ്ടാണ് ഖുർആൻ പഞ്ചേന്ദ്രിയങ്ങൾ പറയുന്ന സ്ഥലത്ത് കേൾവിയെ മുന്തിച്ച് വർദ്ധിക്കുന്നു. നമ്മള് കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. നമ്മൾ വളരുമ്പോൾ ആദ്യം വളരുന്നത് എന്താണ്? നമ്മളെ ശരീരം മൊത്തം ഉറക്കില്ല. ആദ്യം വളരുന്നത് ശരിയാണ്. ശബ്ദം കേൾക്കുന്നു, ബാങ്ക് കേൾക്കുന്നു, ഈ ഉമ്മാമ വാതിൽ തുറക്കുന്ന ശബ്ദം കേൾക്കുന്നു. അതിൽ പറയുകയാണ് കണ്ണു തുറക്കുന്നതും മറ്റു കാര്യങ്ങൾക്ക് സജീവം. ഇനി നമ്മൾ ഉറങ്ങുമ്പോഴോ അവസാനം ഉറങ്ങുന്ന സാഹിത്യം ശരിയാണ്. കണ്ണുകൂട്ടി കിടക്കും. തീരെ കേൾക്കുകയില്ല, കേൾക്കുന്നില്ല എന്ന് വന്നാലാണ് നമ്മൾ പറയുക അല്ല. ചിലപ്പോൾ നമ്മളെ മക്കളൊക്കെ ഉറങ്ങിക്കൊണ്ട് ഒറ്റപ്പാട് അപ്പൊ തീരെ അനങ്ങുന്നില്ല. ആ ശബ്ദം കേട്ടു നമുക്ക് പോവാം. കേൾവി എന്നത് വലിയ സംഗതിയാണെന്ന് തൽക്കാലം ചുരുക്കത്തിൽ മനസ്സിലാക്കുക. അതിൽ ഏറ്റവും പ്രധാനമാണ് ഖുർആൻ. അതിനാണ് അല്ലാഹുവിന്റെ ദീനിൽ 6 റക്അത്ത് പരസ്യമായി മനോഹരമായി ഓതുന്നു. കേൾക്കാൻ അതിന് സൽഫലം ഉണ്ടാകണം. വെള്ളിയാഴ്ച ജുമാഅയുടെ റുക്കിനുകളിൽ സുപ്രധാനമാണ് ഇത്. ഖുർആൻ കുറച്ചെങ്കിലും ഓതിയിട്ടുണ്ടെങ്കിൽ കുടുംബ സഹിതം. പിന്നെ മറ്റു പല സന്ദർഭങ്ങളിൽ നമസ്കാരത്തിന്, പെരുന്നാമസ്കാരത്തിന്, പല പ്രഭാഷണങ്ങളിൽ പല ഘട്ടങ്ങളിലും ഖുർആൻ ഇങ്ങനെ നമ്മുടെ മുന്നിൽ കയറി അറിഞ്ഞു വരും. എന്നിട്ട് നമ്മൾ ഖുർആനുമായിട്ട് ബന്ധത്തിൽ പരിശോധിക്കണം. നമ്മൾ അല്ലാഹു ഇത്രയും വിദഗ്ധമായ വിശദമായ ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഖുർആനിലെ പല സൂറത്തുകൾക്കും നിമിഷത്തിൽ പ്രത്യേക പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അങ്ങനെയും ഖുർആനായിട്ട് ബന്ധം പറ്റും. അതിലൊന്നാണ് സൂറത്ത് യാസീൻ. പുതിയ തലമുറയിലെ മക്കൾക്ക് യാസീൻ കാണാപ്പെടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിലേറെ സങ്കടകരമാണ്. ഒരു അടിയന്തര ഘട്ടത്തിൽ മുഷാഫിക്കാരുടെ യാസീനോട് കേൾപ്പിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. പ്ലേ ചെയ്യും. യാസീൻ, സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക്, അലിഫ് ലാം മീം സജ്ദ തുടങ്ങി പല അധ്യായങ്ങൾക്കും നിമിഷത്തിൽ പ്രത്യേകമായ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അങ്ങനെ അത് പതിവാക്കിയാൽ അത്ര ഖുർആനുമായുള്ള ബന്ധമുണ്ടാവും. ഒരു കാലത്ത് മധുരി വിഷായി വേണ്ടി നമ്മുടെ ഉമ്മമാരൊക്കെ ഇതൊക്കെ ഓതുന്നവരാണ്. മറ്റുള്ളവരും ഖുർആൻ അകലാണ്. സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു, നമ്മൾ അകലുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു നമസ്കാര ശേഷം
ആയത്തുൽ കുർസിയോട് പ്രധാനപ്പെട്ട സുന്നത്താണ്. അങ്ങനെ പല രീതിയിൽ പല നിലക്ക് ഞാൻ പരത്തി പറയുന്നില്ല. ഖുർആനുമായുള്ള നമ്മുടെ നിരന്തര ബന്ധം ഗാഢവും ദൃഢവുമാകാൻ ഖുർആൻ എത്തിച്ച് വിശദീകരിച്ചു എന്ന അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംവിധാനം. പ്രിയപ്പെട്ടവരെ, ഖുർആനുമായിട്ട് നമ്മൾ നിരന്തരം ഭക്തിയോടുകൂടി തഖ്വയോടുകൂടി വർദ്ധിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനപ്പെട്ട സൂറത്തിൽ പതിവായി ഓതാൻ, അതിന് പുറമെ പതിവായി ഖുർആൻ ഖുർആനുമായി നിരന്തര ബന്ധം സാധ്യമായ രീതിയിൽ നിന്ന് വർദ്ധിപ്പിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും തൗഫീഖ് നൽകി. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اتقوا الله العظيم. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുവാൻ വിധത്തിൽ ജീവിതത്തെ ഇസ്ലാമീകരിച്ചു തഖ്വയുടേതായ ഒരു നല്ല ജീവിതം കൂട്ടായി കെട്ടിപ്പടുക്കണമെന്നും അതിനായി പല നിലക്കും പതിവായി ഉത്സാഹിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആന്റെ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തർക്കും കുടുംബനാഥന്മാർ, കുടുംബനായികമാർ അതിൽ സവിശേഷം കൂടുതൽ ശ്രദ്ധ പറയുന്നു. ഒരു ചെറിയ പറയാൻ ദിവസം 10 അർത്ഥസഹിതം പരിഭാഷ സഹിതം മനസ്സിരുത്തി ആവർത്തിച്ച് പഠന സ്വഭാവത്തിൽ വായിക്കുന്നു. പദങ്ങൾ ദുർവിനിയോഗം ചെയ്യുന്നില്ല, പഠന സ്വഭാവത്തിൽ കേവലം മൊത്തമല്ല, പഠന സ്വഭാവത്തിൽ വായിക്കും. കൊല്ലത്തിൽ 365 ദിവസം 65 ദിവസം വിട്ടുപിടിക്കുക. അത്യാവശ്യം പനി തന്നെയാണോ 300 ദിവസം 10 ആയത്തെന്ന നിലക്ക് നമ്മളെ മക്കളും ഒക്കെ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഏതാണ്ട് 3000 ആയത്ത്. ചെറുതും വലിയൊരു ഗുരുവതാഹു ആയതെന്ന് പറയുമ്പോൾ ഒരായത്തെ അലിഫ്ലാമീം ഒരായത്തെ 300 ദിവസം കൊണ്ട് 3000 വിശുദ്ധ സൂക്തങ്ങൾ തഖ്വയോടുകൂടി പഠന സ്വഭാവത്തിൽ നമുക്ക് സാധിക്കണം. ആ ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഖുർആനിൽ ഒരുപാട് പദങ്ങൾ പതിവ് സംബന്ധിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ 400 വാക്കുകളുണ്ട്. ഇന്നും സാധുകയും ഇങ്ങനെ എത്ര ആവർത്തനങ്ങളുണ്ട്. അപ്പോ 3000 ആയത്ത് നല്ല നിലയിൽ പിന്നിടുമ്പോൾ നമുക്ക് ഖുർആനിന്റെ പദാവലികൾ നല്ല പരിചയം തടേണ്ടതുണ്ട്. പിറ്റേത്തെ കൊല്ലം ഇൻഷാ അല്ലാഹ് വായനയ്ക്ക് വേഗത കൂടും. അറിയുന്ന പദങ്ങളിൽ അത്ര പെട്ടിക്കുടിയിൽ കിടക്കണ്ട. 2 കൊല്ലം കൊണ്ട് ഖുർആൻ ഇങ്ങനെ പഠിക്കാവുന്നതാണ്, പഠിക്കേണ്ടതാണ്. ഈ 2 കൊല്ലത്തിൽ 2 റമദാൻ വരും. 2 സ്കീമെന്ന തരത്തിൽ അവതരിപ്പിക്കാം. ആ റമദാനിൽ നമുക്ക് വേണമെങ്കിൽ പഠിച്ചിടത്തോളം റിവിഷൻ നടത്താം. ഇങ്ങനെ
യുവാവാകുന്നതിന് മുന്നേ ഒരു 3 തവണയെങ്കിലും ചുരുങ്ങി ദൗറ നടത്തിയാൽ പിന്നെ വേഗം സൗകര്യം കൊണ്ട് നമ്മളെ മക്കൾക്ക് നമ്മൾ ഇൻഷുറൻസ് സ്കീമിനേക്കാൾ വളരെ വളരെ വലുതാണ്. ഇൻഷുറൻസ് ചെയ്യുകയല്ല, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഇതാണ് കുട്ടികളെ നമ്മൾ പടച്ചട്ടണിയിച്ച് അക്കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഖുർആന്റെ ഭാഷ സാമാന്യമായിട്ട് കേട്ടിട്ടില്ല. ഖുർആൻ ഇങ്ങനത്തെ ഹിഫ്ളും ഖുർആൻ മനപ്പാടുകളുടെ സവിശേഷത ഞാൻ നിരീക്ഷിച്ചു തരുന്നത് നമ്മുടെ കോച്ചിങ് സെന്റർ ഉണ്ട്, കോച്ചിങ് ആയി. അവിടെ നമ്മുടെ പാലായിരം മറ്റൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമായി. ആ ഇഷ്ടത്തിന്റെ പേര് സരസ്വതാരിഷ്ടം. മുസ്ലിം തെറ്റായ വീക്ഷണത്തിൽ സരസ്വതി ദേവിയാണല്ലോ ജ്ഞാനം നൽകുക, ലക്ഷ്മി ദേവി സമ്പത്ത് നൽകും ഒക്കെ വിശ്വാസം. അപ്പൊ ആ സരസ്വതി ദേവിയുടെ പേരിൽ ഒരിഷ്ടം ഓർമ്മശക്തി വരാൻ നല്ലതാണെന്ന് പറയുന്നു. എന്താ പറയുക, ഏതായാലും അതിനേക്കാളും മികച്ച അരിഷ്ടമാണ് ഖുർആൻ. എന്റെ അറിവിൽ ഖുർആൻ കാണാൻ പാടുള്ള നല്ലവരായ ആളുകൾക്ക് ശരാശരിയേക്കാൾ കൂടുതൽ നല്ല ഓർമ്മശക്തി, നല്ല ഓർമ്മശക്തി, അനുഭവ സത്യം പലരെയും നിരീക്ഷിച്ചിട്ട് മനസ്സിലാക്കി. അപ്പൊ നമ്മുടെ മക്കൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ആവാനും മക്കളുടെ ഉള്ളിൽ നന്നാവാനൊക്കെ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഞാൻ ഈ പറഞ്ഞതിന് സാക്ഷി. ഖുർആനിന്റെ വിഷയത്തിൽ ഞാൻ ഇതാ നിങ്ങളെ വളർത്തിയിരിക്കുന്നു. തുടർന്ന കാഴ്ചകൾ ന്യായപൂർത്തമാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يسر عسيرنا، اللهم يسر عسيرنا وسهل أمورنا وقض حوائجنا وحسن مرادنا وبلغ آمالنا واشف أمراضنا وأمراض مرضانا وقد ديوننا واغفر ذنوبنا يا أرحم الراحمين. اللهم يا محبب الأحوال حبب حالنا إلى أحسن حال بحولك وقوتك يا عزيز يا متعال. اللهم بارك لنا فيما أعطيت وقنا واصرف عنا شر ما قضيت. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا عليك توكلنا وإليك أنبنا وإليك المصير. سبحان ربك رب العزة عما يصفون.